അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനേ ഒരു കടലക്കറി ഉണ്ടാക്കണം, നല്ല ടേസ്റ്റിൽ ഒരു കടലക്കറി ഉണ്ടാക്കണേ കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വത്തൾ മീൻ വറ്റിച്ചത് കാണിക്കുന്നുണ്ട് കേട്ടോ. കടൽ ഞാൻ തലേന്ന് രാത്രിക്ക് വെള്ളത്തിൽ ഇട്ടിരുന്നു കേട്ടോ. പിന്നെ രാവിലെ അതെടുത്തിട്ടേ അതും പിന്നെ അതിൽ കുറച്ച് 2 കിഴങ്ങും കൂടി ഇട്ടിട്ടാണ് കുക്കറിൽ വേവിച്ചെടുത്തിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിച്ചിട്ടേ കറിവേപ്പില ഇട്ടു. പിന്നെ ഒരു വലിയ ഉള്ളിയും ഒരു തക്കാളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ഇതൊക്കെ കൂടി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിക്കണ്. പിന്നെ 2 പച്ചമുളകും ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. എന്നിട്ടൊക്കെ കൂടി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അതിൽ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിക്കണ്. ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടിക്കണത്. പിന്നെ ഒരു സ്പൂണ് മറ്റേ ബീഫ് മസാല ഇട്ട് കൊടുത്തിക്കണ്. എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മളെ വേവിച്ച കടലയും കിഴങ്ങും കൂടി അതിൽക്കണം ഒഴിച്ചു കൊടുത്തിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അപ്പോൾ കറി റെഡി ആക്കണം കേട്ടോ. കറിയായിട്ടല്ല, ഞാൻ ലൂസിലൊന്നല്ല ഉണ്ടാക്കിയിരിക്കണത്. ഇത് ഉച്ചക്കത്തെ ചോറിന് പിന്നെ കൂട്ടാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി കുറച്ച് വത്തൾ മീനുണ്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് പൊരിച്ചെടുക്കും വേണം മക്കൾക്ക്. പിന്നെ നമുക്ക് പിന്നെ പൊരിച്ചത് പറ്റില്ല, അതുകൊണ്ട് അതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കും വേണം. അപ്പോൾ ഞാൻ 2 തക്കാളി എടുത്തുക്കണു. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തുക്കണ്. പച്ചമുളകും അതൊക്കെ കൂടെയാണ് വേവിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാതും വെന്തിക്കണ്. തക്കാളി, മുളകും ഉള്ളി എല്ലാതും വെന്തിക്കണ്. അപ്പം ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നമ്മളെ വത്തൽ മീൻ നന്നാക്കി വെച്ചൊക്കെ അതിലേക്കാണ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കിയപ്പോഴേ. എപ്പോഴും വത്തൽ മീൻ പൊരിക്കലാണ് ചെയ്യൽ, ഞാൻ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിരുന്നില്ല. അപ്പോൾ ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പ്രകൃതി ചികിത്സയിലാണല്ലോ, അതുകൊണ്ട് നമുക്ക് പിന്നെ മീൻ പൊരിച്ചണമൊന്നും പറ്റില്ല. അപ്പോൾ ഇതേപോലെയൊക്കെയാണ് കാട്ടിക്കൂട്ടലാണ്. അപ്പോൾ ഇതിന് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എത്ര ചോറാണേലും തിന്നാം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയാൽ. നല്ല ഹെൽത്തി ആയിട്ടാണ്, പുളിങ്ങി മുളകും പൊടിയൊന്നും ചേർക്കാതെ. അപ്പം മക്കൾക്ക് കുറച്ച് പൊരിച്ചു കൊടുക്കും വേണം, അവർക്ക് പിന്നെ വത്തൾ പൊരിക്കുക തന്നെ വേണം. അപ്പോൾ പിന്നെ അതിന് വേണ്ടി ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടേ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി അങ്ങനെ തൊലിച്ചിട്ട് കൊടുത്തിക്കാണ്, ചതച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് പിന്നെ മീനൊക്കെ അതിൽ ഇട്ടിട്ടാണ് കോരി എടുത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നുണ്ട്.